നമ്മളെ പയറിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ പോയി നല്ല സൈസായിട്ട് വരികയാണ്. ഇതുണ്ട്, നല്ല എടുക്കാച്ചി വരികയാണ്. ഇതിടയ്ക്ക് വെണ്ടയൊക്കെ പൂത്ത് വരുന്നുണ്ട്, കായും പിടിക്കാൻ തുടങ്ങി. നമ്മളെല്ലാവരും ഇതുപോലെ കുറേ വീട്ടിൻ്റെ സൈഡിലൊക്കെ വെച്ചാൽ മതി. വീട്ടിൽ കുറച്ച് പച്ചക്കറിയൊക്കെ, നല്ല വിഷമില്ലാത്ത പച്ചക്കറി കിട്ടും. ഇത് ചതുരപ്പയറിൻ്റെ ഇതാണ്. പയറൊക്കെ ഇപ്പം പൂക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ പുഴുക്കൾ കയറും. നമ്മൾ മരുന്നടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. മരുന്നടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ പുഴുക്കൾ കയറും. അത് ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നത്, മരുന്നടിക്കാനേ വരത്തില്ല. പക്ഷെ ഞാൻ മരുന്നടിക്കാറില്ല. കാരണം എല്ലാം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ മരുന്നടിച്ചിട്ട് എന്തിനാ അതങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ചു. ഇവിടെ എല്ലാം കൊട്ടച്ചേമ്പ് വെച്ചിരിക്കുകയാണ്. കൊട്ടച്ചേമ്പ് എന്ന് പറഞ്ഞാൽ കുളച്ചേമ്പ്. ഇതൊക്കെ നമ്മൾ രാത്രി പണി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്ന പണിയാണ്. ഇത് ഓരോ ദിവസം ഓരോന്ന് വന്ന് ചെയ്യും. അതുകൊണ്ട് ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നതല്ല. നമ്മളിപ്പോൾ വേറെ കൂലിപ്പണിക്കൊക്കെ പോയിട്ട് വന്ന് ചെയ്യുന്നത്. കുറച്ച് തയ്യൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇനി അത് വയ്ക്കണം. ഇതൊക്കെ 2-3 ദിവസം. ഇത് പ്ലാത്താങ്കര ചീരയാണ്. ഉണ്ടമുളകിൻ്റെ വിത്ത് മേടിച്ച് വെച്ചിട്ട് 2 എണ്ണം ഇതിനകത്ത് മുളച്ചുള്ളത്. മുളയ്ക്കാൻ പാടാണ്. ഇവിടെ എല്ലാം ഇത് പ്ലാത്താങ്കര ചീരയാണ്. പിടിച്ച് കിട്ടും, പക്ഷേ കുറച്ച് സമയം പിടിക്കും. വീനറ്റ് ഇവിടെ എല്ലാം ഉണ്ടമുളക് വെച്ചിരിക്കുക. ഇവിടെ നിന്ന് അറ്റം വരെ വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ചാലിൽ ഇങ്ങനെ തോണ്ടിയിട്ടുണ്ട്. പിന്നെ ചാലിനകത്ത് ഇനി വേസ്റ്റൊക്കെ വരി നിറച്ചിട്ട് കുമ്മായിട്ടിട്ട് നട്ടുവിടും. ഇതുണ്ട്, ഇവിടെ അറ്റം വരെ ഉണ്ട്. ഇതുണ്ട്, ഇതിൽ പിന്നെ പയറും വഴുതനയും വെച്ചിട്ടുണ്ട് ഈ പണയിൽ. ഇനിയിപ്പം വള്ളി വളരാൻ തുടങ്ങി, എല്ലാം കെട്ടിവിടണം. നല്ലൊരു പണിയാണ്, പക്ഷേ കാണുമ്പോൾ നല്ല. എന്നിട്ട് ഞാൻ ഈ കൊന്നയുടെ ഇലയാണ് കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വളമല്ല, ഈ കുറച്ച് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ പുറത്തങ്ങ് ഇടുന്നതാണ്. ഒരു മൂട് കോവൽ വെച്ച്, പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല.